എൻ്റെ പേര് ഷമീറാണ്. എൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ പോകുന്ന ഒരു ഏരിയപ്പെട്ട സെൻറ്റർ കാണും. അവിടുന്ന് ചളവ റോഡിലാണ് എൻ്റെ സ്ഥാപനം ഉള്ളത്. ഞാൻ ഈ ഫീൽഡിൽ 15 വർഷത്തോളമായി ഫീൽഡിൽ. നമ്മൾ ഷോപ്പ് നടത്തിയിട്ട് അവനൊരു 13 വർഷത്തോളമായി ഷോപ്പ് ഇവിടെ തന്നെ എലിയപറ്റയാണ് സ്റ്റാർട്ട്. ഇപ്പോൾ എലിയപറ്റ തന്നെയാണ് ഇപ്പോൾ നമ്മളെ വർക്ക് നടക്കുന്നത്. സ്ഥാപനത്തിന്റെ പേര് എങ്ങനെയാണ്? സ്ഥാപനത്തിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ വർക്കുകളാണ് സാറ് ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഫുൾ ഇൻറ്റീരിയർ വർക്കാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് SK ഇൻറ്റീരിയർ എന്നാണ്. ഫുൾ ഇൻറ്റീരിയർ അലുമിനിയം ടു മൾട്ടിവുഡ് പ്ലൈവുഡ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കൽ അലുമിനിയം വിത്ത് PVC ഷീറ്റ്, അതാണ് ചെയ്യൽ. നമ്മളൊരു ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഒരു വീടാണ് എടുക്കാൻ നിൽക്കുക. ഒരു വീട്ടിലെ ഒരു പുതിയൊരു വീട് എടുക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാരെ ആദ്യം സമീപിക്കുക വീട് സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ട്, നമ്മളെ വാർപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ സമീപിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും, ഫസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ നമ്മൾ വിളിക്കുക ടൈൽ വർക്കും കഴിഞ്ഞിട്ട് വിളിക്കുക, വൈറ്റ് വാഷിൻ്റെ മുന്നേ വിളിക്കുക. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഒരു കോട്ട് വൈറ്റ് വാഷ് അടിച്ചിട്ടാണ് പിന്നെ നമ്മൾ സാധനം സെറ്റ് ചെയ്യുന്നത്. അവരാദ്യം പറയൽ എങ്ങനെ മെറ്റീരിയൽ വരും, മെറ്റീരിയൽ കോസ്റ്റ് ആദ്യം ചോദിക്കും, അതിനനുസരിച്ച് നമ്മൾ ചെയ്യലാണ് വർക്ക്. നമ്മൾ A to Z ആണ് എൻ്റെ വർക്ക്. ജിപ്സം മുതൽ A to Z പറഞ്ഞാൽ എല്ലാ വർക്കും നമ്മൾ ചെയ്യലുണ്ട്. അത് ആ പാർട്ടിക്കാർക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അവർ ചിലത് പറയും കിച്ചൺ മാത്രം ഇപ്പോൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചൺ മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ഹാളും പാർട്ടീഷനും ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ പിന്നെ വാൾഡ്രോപ്പ് പിന്നെ ക്യാഷ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കിച്ചൺ സെറ്റ് ചെയ്യും എന്ന് പറയാം, അപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ആൾക്കാർ കാണുന്ന ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കും, പിന്നെ ഹാളും സെറ്റ് ചെയ്ത് കൊടുക്കും. ബെഡ്റൂമൊക്കെ പിന്നെ ചെയ്യലുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ ഏത് ടൈമിലാണ് ക്ലയൻറ്റിനായിട്ട് വാങ്ങുക? അത് മാത്രമല്ല, ഈ ക്ലയൻറ്റിന് സാറ് ഒരു കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ, വാങ്ങാനും മുന്നേ നമ്മൾ എന്തൊക്കെയാണ് അവരുമായൊരു ധാരണ ഉണ്ടാവുക? കാരണം ഒരു ഡിസൈൻ ഇതിൻ്റെ ഒരു ഭാഗം ഡിസൈൻ വരുന്നുണ്ട്. സാറ് ഡിസൈൻ കാണിച്ചു കൊടുക്കുകയാണോ, അവർ ക്ലയൻറ്റ് നമുക്ക് കാണിച്ചു തരുന്ന ഡിസൈനാണോ ചെയ്യുന്നത്? പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുക്കണം, പിന്നെ കളർ സെലക്ട് ചെയ്യണം, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കസ്റ്റമർ ഓരോ ചാറ്റിലിട്ടിട്ടോ അല്ലെങ്കിൽ ഓരോ യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ ഓരോ പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ സമീപിക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വർക്ക് ഒന്നുകൂടി സിമ്പിളാണ്. അവർ ഫുൾ കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വിട്ടു തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ഐഡിയയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അല്ല, നമ്മൾ പുതിയതും ചെയ്യും പഴയതും ചെയ്യും. പഴയത് നമ്മൾ എന്ത് ചെയ്യും, പൊളിച്ചിട്ട് അവർക്ക് പുതിയ മോഡലാക്കണം എന്ന് പറയുമ്പോൾ അത് ചെയ്ത് കൊടുക്കും. ഒരു പുതിയ വീട് കയറ്റുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുതിയ മോഡൽ അതും ചെയ്ത് കൊടുക്കും. രണ്ടും ഒരേ മാതിരി ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഗ്രാനൈറ്റ് ചിലർ സ്ലാബ് ഇട്ടിട്ടുണ്ടാവും കിച്ചണിൽ, നമ്മൾ പൊളിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഫ്രെയിം അടിച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലയൻറ്റിന് നമ്മളൊരു ബഡ്ജറ്റ്, അവരുടെ കയ്യിലൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും, ഇന്നൊരു ഇത്ര എമൗണ്ട് ഉണ്ട്, ഇതേ രീതിയിൽ ഇത്രയും എമൗണ്ടിൽ ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സജഷൻസ് ഒക്കെ വയ്ക്കാറുണ്ടോ? അവർ ബഡ്ജറ്റ് ഇട്ടാ വീട്ടുകാർ ബഡ്ജറ്റ് ഇട്ടാൽ എന്തായാലും ആ ബഡ്ജറ്റിൽ നമുക്ക് ഒതുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഓരോരോ സെക്ഷൻ വരുമ്പോൾ ഓരോരോ മോഡൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ആ ബഡ്ജറ്റ് ഒതുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി ആ റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയും ഇത്ര എക്സ്പെൻസ് വരും, അതിനനുസരിച്ച് ചെയ്താൽ, അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ചെയ്താൽ ഒന്നുകൂടി നന്നാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് സജഷൻ പറയാറുണ്ട്. ചിലർ പറയും കുഴപ്പമില്ല ചെയ്തോളൂ പറയും, ചിലർ പറയും ബഡ്ജറ്റ് ഇല്ല നമുക്ക് പിന്നെ നോക്കാമെന്ന് പറയാറുണ്ട്. നമുക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഈ ഇവിടെ സ്റ്റോക്കുള്ള മെറ്റീരിയൽ നമുക്ക് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. മറ്റേതാകുമ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഓർഡർ കൊടുത്ത് നമുക്ക് സാധനം ഏത് മെറ്റീരിയൽ നമുക്ക് ഷോപ്പിൽ എത്തിച്ചേരും. അതിനുള്ള എല്ലാ ഷോപ്പുകാരും നമുക്ക് റെഡിയാക്കി തരുന്നുണ്ട്. എൻജിനീയേഴ്സും കോൺട്രാക്ടർമാരൊന്നും ഞാനൊരു വിധം വർക്ക് എടുക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു അവരെ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് കാരണം ഞാൻ ഡയറക്റ്റാണ് എടുക്കൽ, എല്ലാ വർക്കും ഡയറക്റ്റാണ് എടുക്കൽ. അതെ, നമുക്ക് ഈ കസ്റ്റമറിൽ നിന്ന് ഒരു വീട് കണ്ടിട്ട് ഒരു വീടിൻ്റെ വർക്കാണ് അപ്പുറത്തെ വീട് നമുക്ക് കിട്ടലാണ്. അങ്ങനെ കോൺടാക്ട് ടു കോൺടാക്ട് ബേസിലാണ് ഞാൻ വർക്ക് ചെയ്യാറ്. നമുക്ക് ഈ മേഖലയിലൊരു വർക്കം ചെയ്യുന്നത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. എന്താ വെച്ചാൽ ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോഴൊന്നും ഇത്ര വർക്കേഴ്സും ഇല്ല, ഇത്ര ഇതുമില്ല, ഒരുപാട് വർക്കേഴ്സായി പോകും. അപ്പോൾ അത് കാരണം നമ്മളൊരു റേറ്റ് പറഞ്ഞാൽ അതിലും 10 രൂപ അല്ലെങ്കിൽ 5 രൂപ താത്തിട്ട് ഒരുപാട് ആൾക്കാർ എടുക്കാണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീസൻറ്റിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 10 രൂപ കമ്മിയൊക്കെ അതിനുള്ള മോശം അവിടെ സാധനം കയറും. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സാറിന് സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരാണ് വർക്ക് ചെയ്യുന്നത്? എനിക്ക് വർക്ക് ഷോപ്പിൽ 4 പേരുണ്ട്. നമ്മൾ വർക്ക് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആൾ വിളിക്കും, ചെയ്യിക്കുന്നതാണ്. സാറിൻ്റെ ഫാമിലിയെ കുറിച്ച്, ഫാമിലി ആരൊക്കെയാ? ഫാമിലി വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്, പിന്നെ ഉപ്പ ഉമ്മ ജ്യേഷ്ഠൻ മക്കള് ഭാര്യകൾ.
ഡ്രീം നമ്മൾ സ്ഥാപനം വലുതാക്കണം. സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അപ്ഡേഷൻ കൊണ്ടുവരണം വർക്കിൽ, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ, എന്നാലുള്ള ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. നമ്മളെ ഷോപ്പുള്ളത് എലിയപ്പറ്റയിലാണ്. ചെർപ്പുളശ്ശേരി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ 2 കിലോമീറ്റർ ഉള്ളൂ. അത് എലിയപ്പറ്റ സെന്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ചളവറ എന്ന സ്ഥലത്ത് പോകുന്ന ഒരു വഴിയുണ്ട്. ഒരു ആ ടേണിങ്ങിൽ തന്നെ കയറിയ ചളവറ പോകുന്നത് കയറി വഴിക്ക് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്.